അതുകൊണ്ട് ഇതിലെ സത്യങ്ങൾ വളരെ സൂക്ഷ്മതയോടെയും തീക്ഷ്ണതയോടെയും തുറന്ന മനസ്സോടെ ഇതിലെ സത്യങ്ങൾ മനസ്സിലാക്കണമെന്ന ആഗ്രഹത്തോടെ ശ്രദ്ധയോടെ ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ. ഇത്രയും നാൾ കേട്ടത് തന്നെയാണ് ശരി എന്ന മുൻവിധിയോടെ ഇരിക്കുന്നവരെ ഇത് ഗ്രഹിപ്പിച്ചെടുക്കാൻ കഴിയുകയുമില്ല. എന്നാൽ ഇതെല്ലാം മനസ്സിലായ കുറേ പേർ എന്നെ വിളിക്കുകയും അവരുടെ സന്തോഷം അറിയിക്കുകയും ചെയ്യാറുണ്ട്. അവരിൽ പാസ്റ്റേഴ്സും ബൈബിൾ കോളേജ് അധ്യാപകരുമുണ്ട്. അവരും പറയാറുണ്ട് ഇക്കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെ ഇത് പെട്ടെന്നൊന്നും ഗ്രഹിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന്. പുതിയൊരു കാര്യം റിവീൽ ചെയ്ത് കിട്ടിയാൽ അത് മറ്റുള്ളവരെ ഗ്രഹിപ്പിക്കാൻ പ്രയാസം തന്നെയാണ്. പൗലോസിന് ചില മിസ്റ്ററീസ് വെളിപ്പെട്ട് കിട്ടിയപ്പോൾ അത് മറ്റുള്ളവരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ അദ്ദേഹം പ്രസവവേദനപ്പെട്ടിരുന്നു. കാരണം ജെറുസലേമിലെ അപ്പസ്തോല പ്രമാണികൾ അവിടെ വേറെ കാര്യങ്ങളാണ് പ്രസംഗിക്കുന്നത്. എന്നാൽ അവർ പ്രസംഗിക്കുന്ന ദൈവരാജ്യം ഉടനെയൊന്നും നടക്കാൻ പോണില്ലെന്നും കാര്യങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് പോയി പൗലോസിന്റെ കൈകളിൽ എത്തിയെന്നും ഇനി തന്നെ ഭരമേൽപ്പിച്ച വിജാതിയരുടെ ഈ രക്ഷാകാലം റാപ്ചറോടുകൂടി അവസാനിച്ച ശേഷം മാത്രമേ അവർ പ്രസംഗിക്കുന്ന ദൈവരാജ്യ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നും പൗലോസിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എത്രയെല്ലാം എതിർപ്പുകൾ ഉണ്ടായിട്ടും പൗലോസ്